ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ പശുപ്പാറയുടെ യാത്രാ ദുരിതങ്ങളാണ് ഇന്ന് ഞാനിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. തേയിലച്ചെരുവുകൾ നിറഞ്ഞ ഈ മനോഹര ഗ്രാമത്തിലേക്ക് എത്തണമെങ്കിൽ സാഹസിക യാത്ര തന്നെ നടത്തണം. ഒരു നൂറ്റാണ്ടിൻ്റെ അതിജീവന ചരിത്രമുണ്ട് പശുപ്പാറയ്ക്ക്. പക്ഷേ ഇപ്പോഴും പോരാട്ടത്തിലാണ് ഈ നാട്ടുകാർ സഞ്ചാരയോഗ്യമായ ഒരു റോഡിനായി. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഈ നാട്ടുകാരിൽ തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നമ്മൾ ഈ നാട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ? എത്ര നാളായി ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങൾ? പശുപ്പാറക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം. അതായത് സഞ്ചരിക്കാൻ ശരിക്കും പറഞ്ഞാൽ റോഡില്ല. പശുപ്പാറ, ആലമ്പള്ളി, ഇഞ്ചിമല, കാറ്റാടിക്കവല ഈ പ്രദേശങ്ങളിലെ ആളുകൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഏക റോഡാണ് പശുപ്പാറ കാറ്റാടിക്കവല 7-ാം നമ്പർ ലിങ്ക് റോഡ്. ഈ റോഡ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് കാരണം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. ഈ റോഡിന് ഇതുവരെ അതായത് കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് റോഡ്. ഈ റോഡിൻ്റെ ശക്തമായ രീതിയിൽ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമരപരിപാടിയിൽ ആസൂത്രണം ചെയ്യുകയും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യുകയും 2020 3 കോടി രൂപ റീബിൽഡ് കേരളയുടെ ഇനത്തിൽപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് അനുവദിക്കുകയും 2021 ഫെബ്രുവരി മാസം 9-ാം തീയതി റീബിൽഡ് കേരളയിൽ പെടുത്തിക്കൊണ്ട് ഈ റോഡിന് നിർമ്മാണ ഉദ്ഘാടനം നടത്തിപ്പോയതാണ്. അതിനുശേഷം 1 വർഷം പിന്നിടുമ്പോഴും നിലവിൽ 3 കോടി രൂപ പോയിട്ടും 3 രൂപ പോലും ഈ റോഡിന് വേണ്ടി ഫണ്ട് ഇതുവരെ വെച്ചിട്ടില്ല. അവസാനം അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ AS ക്യാൻസലായി പോയി എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. സ്കൂൾ കുട്ടികളും അന്യ സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും സാധാരണക്കാരനും എല്ലാം യാത്ര ചെയ്യുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, പശുപ്പാറ കാറ്റാടിക്കവല റോഡ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് ഒരു 50-100 വർഷമായതുകൊണ്ട് അടുത്തായി ഈ റോഡ് തുടങ്ങിയിട്ട്. ഇപ്പോൾ തീർത്തും വണ്ടി ഓടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വന്നിട്ട് ഫണ്ട് അനുവദിക്കുന്നു, അത് ലാപ്സ് ആകുന്നു, ഫണ്ട് അനുവദിക്കുന്നു, ലാപ്സ് ആകുന്നു. ഈ രീതിയിലുള്ള തെറ്റായ സമീപനങ്ങൾ ഭരണാധികാരിയിൽ നിന്നുണ്ടാകുന്നു. റോഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങളെ യാത്ര ചെയ്ത് അനുഭവം? ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 200-250 കിലോമീറ്റർ വണ്ടി ഓടി കോട്ടയം ജില്ലയിൽ ഇടുക്കിയിലും സഞ്ചരിക്കുന്ന ആളാകുമ്പോൾ ഇത്രയും നല്ലൊരു റോഡ് കുഴിയാടി വള്ളക്കെട്ടിയാടി പറഞ്ഞ ഒരു അവസ്ഥ ആദ്യപ്പരിക. അത്ര നല്ല വഴിയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഏറ്റവും അഭിമാനത്തോടെ ഒരു ആത്മാഭിമാനത്തോടെ നല്ല അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു സാഹചര്യം പണ്ട് പശുപ്പാറയ്ക്ക് ഉണ്ടായിരുന്നു. ഈ പശുപ്പാറ നല്ല രീതിയിൽ ഇവിടെ പ്രദേശത്തുള്ള വികസനമുള്ള ഉപ്പുതറ പോലുള്ള അല്ലെങ്കിൽ വാഗമണ്ണ് പോലുള്ള പ്രദേശത്ത് പോലും ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. കാര്യം നല്ല വഴി ഉണ്ടായിരുന്നു. കാര്യം അന്ന് എസ്റ്റേറ്റുകാർ ഉണ്ടാക്കിയ വഴിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ടാറിങ്ങും നല്ല രീതിയിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളുപ്പിന് 5 മണിക്ക് ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്ന ട്രാൻസ്പോർട്ട് മുതൽ ഈ ഇടുക്കി ജില്ലയുടെ ബാക്കി ഉപരി ജില്ലകളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ ഇഷ്ടംപോലെ ബസ്സുകൾ ഉണ്ടായിരുന്നു. ഈ വഴി മോശമായതോടുകൂടി ഓരോ വണ്ടികൾ നിർത്തിപ്പോവുകയും ഞങ്ങളങ്ങ് ശോഷിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങോട്ടും എത്തപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അഭിമാനത്തോടു കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാതെ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാം. അത് എവിടുന്ന് ഫണ്ടുണ്ടായോ എങ്ങനെ ഉണ്ടായോ നമുക്ക് വിഷയമല്ല. നമുക്ക് നല്ല രീതിയിലുള്ള വഴി ഉണ്ടാക്കി കിട്ടണം. കാലാകാലങ്ങളായിട്ട് ഇവിടെ താമസിക്കുക. ഇപ്പോൾ ഒരു മഴ വന്നു. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഏലപ്പാറയ്ക്ക് പോകണേ 500 രൂപ. ലക്ഷം വീട്ടിലായിരിക്കും ചിലപ്പോൾ ബസ് വന്ന് കിടക്കുന്നത്. ഞങ്ങളുടെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. ആകെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറഞ്ഞ് മടുത്ത് ഓരോ മെമ്പർമാർക്ക് വോട്ട് കൊടുത്ത് ഞങ്ങൾ മണ്ടരാകുന്നതല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഒരു പ്രയോജനം ഉണ്ടാകുന്നു തോന്നുന്നു. ഇത്രയും വർഷം ഇവിടെ ധർണ ഇരിക്കുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. MLA വന്ന് പറയും റോഡ് നന്നാക്കാൻ, മെമ്പർമാർ വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ വിശ്വാസമില്ല റോഡ് നന്നാകും എന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. ഇനി ഞങ്ങൾ മരണകാലം വരെ ഇങ്ങനെ കഷ്ടപ്പെടാമെന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലെന്നുള്ള പറയുന്നത് വെച്ചാൽ കുണ്ടും കുഴിയായിട്ട് ഞങ്ങൾക്ക് നാണക്കേടാണ് പറയാൻ റോഡ് നന്നാക്കുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോലും ഞങ്ങളിനി സമ്മതിച്ചൊന്നും വരത്തില്ല. അത്ര കൊണ്ട് ബുദ്ധിമുട്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് നടന്നു പോക്കും ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചു. ഇത്രയും കാലങ്ങളായിട്ട് പറഞ്ഞ് മടുത്ത്. ബസ്സുകാർ പോലും വരത്തില്ല. അവരുടെ കൈയും കാലും പിടിച്ച ഒരു ബസ് വരും, അതുകൊണ്ട് പോകുന്ന ചിലപ്പോൾ തിരിച്ചു വരാൻ ഞങ്ങൾ ഓട്ടോ വിളിച്ചായിരിക്കും. ഈ പൈസ ഞങ്ങൾ അന്നന്ന് കഴിയുന്ന ഒരു 500-1000 കൊടുത്ത് ഓട്ടോ വിളിച്ച കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എങ്ങനെയാലും ഞങ്ങളുടെ റോഡ് നന്നാക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരും. നമുക്ക് റോഡ് പണി നടക്കണം, റോഡ് സഞ്ചാരയോഗ്യമാക്കണം. കാരണം ഇത്രയും ഈ പറയുന്ന ഇത്രയും ജനങ്ങൾ പുറംലോകമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. ഇപ്പോൾ ഏലപ്പാറയ്ക്ക് പോകണമെങ്കിൽ ഏലപ്പാറയ്ക്ക്
ചീന്തലാറ് വഴി 2-2.5 കിലോമീറ്ററിന്റെ കേസേ ഉള്ളൂ. ഈ 2.5 കിലോമീറ്റർ നന്നാക്കാനാണ് നമ്മുടെ ഈ ജനപ്രതിനിധികൾക്ക് ആർക്കും പറ്റാത്തത്. ഇത്രയും ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇവർക്ക് പിന്നെ ആശുപത്രിയിൽ പോകണം, പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, മറ്റ് ജോലി കാര്യങ്ങൾ, ഇതിനൊന്നും യാതൊരു നിർവാഹവുമില്ല. ഇതിനൊരു അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാകണം. അത് വരത്തിന് ഞങ്ങൾ ജനകീയ സമിതിയുമായിട്ട് മുമ്പോട്ട് പോയി സമരപരിപാടികൾ റോഡ് പണി തീരുന്നവരെ ഞങ്ങൾ മുമ്പിലുണ്ടായിരിക്കും. പിക്കപ്പ് വാഹനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ റോഡിൻ്റെ ഈ അവസ്ഥ കാരണം വണ്ടി പണിത് മടുത്തു. വണ്ടി പണിത് മടുത്തിരിക്കുകയാണ്. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നാൽ അവർ പറയുന്നത് ഇത് ഇതിലെ വഴിയാണ് ഈ വണ്ടി ഓടിച്ചതെന്ന് അവർ ചോദിക്കുന്നത്. ലൈറ്റ് എല്ലാം ഒടിഞ്ഞ് വണ്ടിയുടെ എഞ്ചിൻ പണി എല്ലാം ആയി കിടക്കുക. ഈ റോഡിൻ്റെ ഒറ്റ അവസ്ഥ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പശുപ്പാറയുടെ ജനങ്ങളെയും അതുപോലെ പിന്നെ ക്ലിപ്പും PPC ക്ലിപ്പും പിന്നെ അമ്പലവും പള്ളി എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് ഇവിടെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചായിരുന്നു. അപ്പോൾ ആ ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങളൊരു പ്രക്ഷോഭമൊക്കെ ഇവിടെ നടത്തിയ സമയത്ത് ഇത് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് ഈ കേസുമായിട്ട് പോകാമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ഒത്തുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് ഇത് ലെവൽസ് എടുക്കുകയും റോഡിൻ്റെ പണി ഉടൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഹസനം ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ ആ കേസിന് പോകുന്ന സംഭവം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. വളരെ മോശമായ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. കാരണം സഞ്ചരിക്കാൻ പോലും പറ്റുന്നില്ല. ബസ്സുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്? ബസ്സുകളൊക്കെ വരുന്നുണ്ടോ? ബസ്സുകൾ നേരത്തെ ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരുന്ന റൂട്ടാണിത്. ഇപ്പം കൊണ്ടോടി, മുബാറക്ക് അങ്ങനെ 2 വണ്ടികളല്ലാതെ വരുന്നില്ല. റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ്. അതുപോലെ രോഗികളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻറ്റുകൾ, നെഞ്ചിന് വേദന വന്നവരൊക്കെ ഈ റോഡിൽ കൂടെ കൊണ്ടുപോയി പകുതി വഴി ചെല്ലുമ്പോഴത്തേക്കിനും അവരും മരണപ്പെട്ടു പോവുകയാണ്. അതുപോലെ പ്രസവിക്കാനുള്ള കുട്ടികളെ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് വൈകിട്ട് അപ്പം ഡേറ്റ് സമയമായില്ല എന്നും പറഞ്ഞ് ഡോക്ടർ തിരിച്ചു വിടുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പ്രസവം നടക്കുന്ന അവസ്ഥ. കാരണം ഈ റോഡിലേക്കുള്ള അതുപോലത്തെ ശോചനീയ അവസ്ഥയാണ് ഞങ്ങൾ ഈ നാട്ടുകാർ അനുഭവിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയന്തര നടപടി റോഡുമായിട്ട് ബന്ധപ്പെട്ട് വേണം. ഇത് എസ്റ്റേറ്റിൻ്റെ റോഡായിരുന്നു. AVT ആലമ്പള്ളി ഇവിടെ 1925 ഇത് വരുന്നത്. അന്ന് വന്ന റോഡാണ്. ഇപ്പോൾ ഏതാണ്ട് 100 വർഷത്തോളം ആയി ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇത് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഈ റോഡ് ചെയ്തു തരണം. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അതുപോലെ ഇപ്പം നിലവിലുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഞങ്ങളെ ഇത് ചെയ്തു തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നോട്ട് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഇന്നലെ തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഈ പല ബസ്സുകൾ പോലും ഇങ്ങോട്ട് കയറി വരുന്നില്ല. ബസ് പോലും ഇല്ലാത്തപ്പോൾ പകുതി ദിവസം കോളേജിൽ പോലും പോകുന്നില്ല. 1995 നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ റോഡ് 7-ാം പേര് വഴി ഉപ്പറ പോകുന്ന റോഡും ആ വഴി തന്നെ അവറാച്ചമ്പടി മുതൽ ബോർഡിൻ്റെ അവിടം വരെ സ്റ്റേറ്റ് ഹൈവേയുടെ ലിങ്ക് റോഡായിട്ട് അനുവദിക്കുകയും അതിൻ്റെ പേപ്പറുകളെല്ലാം നീക്കി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതാണ്. 1995 ഇത് എസ്റ്റേറ്റിൻ്റെ റോഡായിരുന്നു. കാറ്റാടിക്കവലം മുതൽ പശുപ്പാറ വരെ 3 കിലോമീറ്റർ. പശുപ്പാറ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഉപ്പാറ പഞ്ചായത്തിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തു. അത് അന്ന് മുതൽ എസ്റ്റേറ്റിൽ അവരുണ്ടായിരുന്നപ്പോൾ അവർ മെയിൻ്റനൻസ് പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ 100 കൊല്ലമായിട്ട് അവരുടെ കസ്റ്റഡിയിലായിരുന്നു ഈ റോഡ്. അവർ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്ത് കൊടുത്ത് പഞ്ചായത്തിലേക്ക്, അന്ന് എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാരണം അവർ പഞ്ചായത്തിലേക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള അന്നത്തെയൊക്കെ പണ്ട് പഞ്ചായത്തിലൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ അതിലേക്ക് മെയിൻ്റനൻസ് പണി ചെയ്തതല്ലാതെ ബാക്കിയുള്ള ഫണ്ടുകൾ ചെയ്യണമെങ്കിൽ ഒന്നില്ലേ MPയുടെ ഫണ്ട് വേണം, അല്ലെങ്കിൽ MLA ഫണ്ട് വേണം, അല്ലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വേണം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ട് ഈ റോഡ് ശരിയാക്കാൻ പറ്റില്ല. അവർക്ക് കൂടി പോയാൽ 5 ലക്ഷമോ അല്ലെ 10 ലക്ഷം രൂപ ഒരു കാലം പോലും പണിയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് ഒന്നിലെ ഈ റോഡ് പണിയണമെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, MLA, MP, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പള്ളിയിൽ ഒരു പരിപാടിക്ക് വന്നപ്പം ഞങ്ങളുടെ അടുത്ത് ഈ എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് ഏപ്രിൽ 30 ഉണ്ടെങ്കിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. ഏപ്രിൽ മാസം 30-ാം തീയതി ഉണ്ടെങ്കിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി കണക്കൂട്ടിയത് എല്ലാ കൊല്ലവും ഏപ്രിൽ മാസം 30-ാം തീയതി വരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ വന്ന് 4,65 ലക്ഷം രൂപ ഈ ക്ലബിൻ്റെ തറക്കല്ലിടാനായിട്ട് വന്നതാണ്. അപ്പം പുള്ളിക്കാർ പറഞ്ഞത് 4,65 ലക്ഷം രൂപ പീരുമേട് താലൂക്കിലേക്ക് വികസന പരിപാടിക്ക് വെച്ചിട്ടുണ്ട്. പശുപ്പാറയുടെ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്? ആ റോഡൊന്നുമില്ല. ഞങ്ങൾ വയസ്സ് വന്നിരിക്കുന്നവര് മനയിൽ കടന്ന് ചാകത്തേ ഉള്ളൂ. വണ്ടിയൊന്നും വരത്തില്ല ഡ്രൈവർമാർ. അവിടെ ഇവിടെ കുഴിയും തണ്ടും അതും ഇതൊക്കെയാണ്. ഞങ്ങൾ എന്നാ ചെയ്യും?
വയ്യാതെ വന്ന് കിടന്ന ശ്വാസം മുട്ടി ചാകത്തേ ഉള്ളൂ. ഏലപ്പാറ കൊണ്ടുപോകണം ഞങ്ങൾ. ഡ്രൈവർമാരും വരികയില്ല. ഒരു വണ്ടിയുടെ അത് പോകും ഇത് പോകുമെന്ന് പറഞ്ഞു. പിന്നെ എന്നാ ചെയ്യും? ഞങ്ങൾ ഈ റോഡിന് ഒരു തൊഴിലാളി 50 രൂപ പോലും ഒരു ദിവസം പോലും കിട്ടില്ല. അത് ഞങ്ങൾ വണ്ടിയില്ലാത്ത സമയത്ത് പോകണമെങ്കിൽ 100 രൂപ മുടക്കിയാൽ പോലും ചെയ്തിലേറെ എത്തത്തില്ല. അപ്പം ഞങ്ങൾ ഈ വർഷം ആർക്ക് വോട്ട് ചെയ്യാതിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വഴി ഉണ്ടായി. ഞങ്ങൾ പാവപ്പെട്ടവർ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? 200 രൂപ കൊടുക്കണം ഓട്ടോത്തിൽ പോകണം. ഏലപ്പാറ പോകണേ മൊത്തത്തിൽ 50 രൂപ ഞങ്ങൾക്ക് പോയി വരാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ റോഡിൻ്റെ കാര്യം പരിഹരിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ ഒരു വേലയില്ലാത്ത ഒരാൾ ഇന്നലെ പോകണം 50 രൂപ കൊടുത്ത ഏലപ്പാറ പോകണം. എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു റോഡാണോ അത്? ഒരു ഓഫ് റോഡ് എന്ന് പറയുന്നതല്ലേ അതിനകത്ത് ഏറ്റവും ഉചിതമായ ഒരു വാക്ക്. അപ്പൊ അതിനൊരു പരിഹാരം കാണുക. ഞങ്ങള് ഈ ഒരു കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യാത്ത സമരമുറകളൊന്നുമില്ല, പ്രതിഷേധങ്ങൾ ഏതെല്ലാം രീതി ചെയ്തതാ, പരിഹാരമാകുന്നില്ല. എത്രയും പെട്ടെന്ന് ആകട്ടെ. പശുപ്പാറ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷയോടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. പക്ഷെ പലരും ഇപ്പം ഇവിടെ നിലവിലില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പം നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഡിഗ്രി അല്ലെ കോളേജ് കഴിഞ്ഞാൽ പലരും ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ നിന്നിട്ടും വലിയ പ്രയോജനമില്ല. കാരണം നമുക്കൊരു സാധ്യത ഉള്ളത് ടൂറിസമാണ്. വാഗമൺ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുക, 9 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് വാഗമൺ. പക്ഷെ നമുക്ക് ആ സാധ്യത ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഈ റോഡ് കാരണം. ഇപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേയോ റിസോർട്ടോ എല്ലാം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ഒരു ഗസ്റ്റ് നമുക്കിവിടെ വരത്തുള്ളൂ. ഒരുപാട് സാധ്യതയുണ്ട്, ഉപയോഗിക്കാനായിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ജോലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. പക്ഷെ ഇപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ റോഡിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ആംബുലൻസോ വേറൊരു കാര്യങ്ങളും കൂടി കയറി വരില്ല. ഒരു കാർ കയറി വന്നു കഴിഞ്ഞാൽ അടിയിടിക്കും. നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്താ പറയുന്നത് ഈ ഒരു സഞ്ചാരവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. All things in. റോഡിന്റെ എന്താ കേട്ടോ പറയാനുള്ളത്? ഇത് റോഡാണോ? ഇത് റോഡല്ല. ഞങ്ങളിവിടെ ഈ പഞ്ചായത്ത് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കുറേ വണ്ടിയുടെ പണി തീരുന്ന സമയമില്ല. ഈ വഴിയിൽ 2 ആക്സിഡന്റ് നടന്നതാണ്. ഞങ്ങൾ ഇവിടെ വീടുന്ന ആൾക്കാർ ഓടി വന്ന് പിക്കപ്പിൻ്റെ ഫ്രണ്ട് ടയറൊക്കെ പൊങ്ങിപ്പോയിട്ട് ബമ്പറെ കയറി വണ്ടി മുകളിലൊരു വണ്ടി മറിഞ്ഞതാണ്. ഇത് റോഡ് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഒരു ദ്രോഹണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആക്സിഡന്റ് അപകടങ്ങൾ ഇവിടെ മിക്കപ്പോഴും ഉണ്ട്. ബൈക്കുകാരൊക്കെ ഇവിടെ വീണിട്ട് ഒരാൾ 2 പേര് വന്നിട്ട് ഒരാളെ ഇറക്കി മറിഞ്ഞ് വീണിട്ട് പിന്നെ അവരെ പിടിച്ച് കയറ്റി വിട്ടാൽ പോകുന്നത്. വണ്ടിയൊക്കെ എത്താൻ ബൈക്ക് ഓട്ടോയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ബൈക്കൊക്കെ ഞങ്ങൾ മടുത്ത് ഞങ്ങളുടെ റോഡിന് വേണ്ടി 3 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ആ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി തരികയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പറയാം. ഇനി ഞങ്ങൾ ആരുടെ അടുത്താണ് പോകേണ്ടത്? എത്ര MLA വന്നു, എത്ര മെമ്പർമാർ വന്നു, അതുകൊണ്ട് അവിടെ ഒരു റോഡ് കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ആ റോഡ് ഈ റോഡ് കൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഒരു വണ്ടിയില്ല, ഒരു വെള്ളമില്ല, ഒരു അസുഖം വന്നു, രാത്രിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പാടാന്നല്ലോ ഇവിടെ. 3 കിലോമീറ്ററേ ഉള്ളൂ. അത് ചെയ്തു തരാം. എന്നിട്ട് ആ ഒറ്റമരത്ത് ഒരു റോഡ് പണിത് വെച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിനാ റോഡ്? അതിന്റെ പകുതി പണിതാൽ മതിയല്ലോ ഇവിടെ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുത്താൽ, അല്ല ഞങ്ങൾ സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടം നിന്നുകൊണ്ടൊരു സമരം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക. യാതൊരു സംശയവും. ഈ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ഉണ്ട്. 4.5 ഏക്കർ സ്ഥലം AVTക്കാർ അവരുടെ പട്ടയ ഭൂമി സറണ്ടർ ചെയ്ത് കൊടുത്തതാണ്. ഇതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ 1 കോടി രൂപ ഫണ്ട് വെച്ച് അതിന്റെ വർക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ആ വർക്ക് ഇപ്പം അവതാളത്തിൽ കിടക്കുകയാണ്. ആ ഫണ്ട് എവിടെ പോയി? ആ പൈസ കൊടുത്തിട്ടുണ്ടോ? ബാക്കി പണികൾ ചെയ്യുമോ എന്നുള്ളതിനെ പറ്റി ഈ നാട്ടിൽ യാതൊരു അറിവില്ല, ഞങ്ങൾക്കൊന്നും അറിയത്തുമില്ല. 15 വർഷമായി ഈ ലിങ്ക് റോഡ് പണി തുടങ്ങിയിട്ട്. 15 വർഷമായിട്ട് ഇന്ന് വരെ ഒരു കിലോമീറ്റർ പോലും പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുമില്ല. സഞ്ചാരയോഗ്യമല്ലാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ആ റോഡിനും ഒരു ശാവമോഷം ഉണ്ടാക്കി തരാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പശുപ്പാറ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഏകദേശം 3 പതിറ്റാണ്ട് കാലമാകുന്നു. അനവധിയായ സമരങ്ങളും നിവേദനങ്ങൾക്കും ഒടുവിൽ 2020 ES ബിജിമോൾ MLA ഈ റോഡിന് വേണ്ടി റീബിൽഡ് കേരളയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 കോടി രൂപ അനുവദിക്കുകയുണ്ടായി.
ആ 3 കോടി രൂപ അനുവദിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും റോഡിന്റെ പണികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പശുപ്പാറയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പശുപ്പാറ ജനകീയ സമിതി രൂപീകരിക്കുകയും നിരവധിയായ സമരങ്ങൾ ആസൂത്രണം ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ പേപ്പർ ഭാഗങ്ങൾ പൂർത്തീകരിക്കുകയും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷം പശുപ്പാറയിൽ നടന്ന പരിപാടിയിലുമൊക്കെ ആയിട്ട് ഈ വാഴൂർ സാമൻ MLA കിരിമേടിന്റെ MLA ഇവിടെ വരികയും ഇവിടെ വന്ന് ഉറപ്പ് പറയുകയും ചെയ്ത് റോഡിന്റെ പണി ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ഇതിന്റെ AS അടക്കമുള്ള പേപ്പറുകൾ ക്യാൻസലായി പോയെന്നും സർക്കാരിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് റീബിൽഡിലുള്ള ഫണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പശുപ്പാറ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ EKM LP സ്കൂൾ, കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, അതുപോലെ തന്നെ കാപ്പിപ്പതാൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഉള്ള ഒരു പ്രദേശമാണ് ഈ പശുപ്പാറ എന്ന് പറയുന്നത്. ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോലും രോഗി ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് മരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വിവാഹം പോലും നടക്കാത്ത സാഹചര്യമാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പും ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് ഈ റോഡിന്റെ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഈ പശുപ്പാറയിൽ നിലവിലൊരു ജനകീയ സമിതി ഉണ്ട്. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ, റോഡ് ഉപരോധവും അതുപോലെ തന്നെ ഉപവാസം അടക്കം കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ പശുപ്പാറയിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ, ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉപവാസ സമരം വരെ ഈ റോഡിന് വേണ്ടി നടത്തുകയുണ്ടായി. ഈ പശുപ്പാറ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ എന്റെ നേതൃത്വത്തിൽ ഈ പശുപ്പാറ കവലം മുതൽ കാട്ടാടിക്കവല വരെ റോഡിൽ കൂടി നടന്നുകൊണ്ട് പ്രാർത്ഥനാ യജ്ഞം നടത്തുകയുണ്ടായി. അങ്ങനെ ഈ റോഡിന് വേണ്ടി പ്രാർത്ഥനകളായിട്ടും സമരങ്ങളായിട്ടും നിരവധിയായിട്ടും കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് നടന്നിട്ടും ഈ റോഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ഇവിടെ ഒരു ക്ലബിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 27 വർഷമായി. 27 വർഷത്തിന്റെ അകത്ത് ഏതാണ്ട് 20 വർഷമായിട്ട് ഞങ്ങൾ റോഡിന്റെ സമരത്തിൽ 20 വർഷമായിട്ട് ഈ റോഡ് ശരിയാക്കിയിട്ട് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമര പരിപാടിയാണ്. ഇത് എസ്റ്റേറ്റുകാരുടെ ഇരുന്ന സമയത്ത് അവർ മെയിൻ്റെനൻസ് എല്ലാ വർഷവും ചെയ്യുമായിരുന്നു, അത് നന്നായിട്ട് പോകുമായിരുന്നു. അതിനുശേഷം പഞ്ചായത്തുകാർ ഏറ്റെടുത്ത് ഗവൺമെന്റ് വിട്ടുകൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ റോഡിന്റെ അവസ്ഥ ഇത്രയും മോശമായത്. ഒരു 3 വർഷം മുമ്പ്, 4 വർഷമായി അല്ലേ, 4 വർഷമായിട്ട് 3 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ട് ഇപ്പം ചെയ്യും നാളെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫെബ്രുവരി മാസം ഇതിന്റെ AS ക്യാൻസലായി തീർന്നു, അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇതിന്റെ ലെവൽസ് എടുക്കാൻ വന്നത് കഴിഞ്ഞ മാസം. ഓരോ പ്രാവശ്യം ഇതിന്റെ MLA MP ഇവരോടല്ല, MLA മറ്റേ ജനപ്രതിനിധി ജില്ലാ പഞ്ചായത്ത് ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കും അടുത്ത ആഴ്ച ചെയ്യും, 1-ാം തീയതി ചെയ്യും, അടുത്ത മാസം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഈ സമയത്ത് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഈ റോഡിന്റെ AS ക്യാൻസലായി പോകാനും ഈ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷമാണ് ജനങ്ങൾ ഇത്ര നേരം ഇത്ര സംഘടിപ്പിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള സമര പരിപാടിക്ക് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് തീരുമാനിച്ചത്. ഇവിടെ നമ്മുടെ ഈ പശുപ്പാറയിൽ MLA പല പ്രാവശ്യം ഓരോ പരിപാടിക്ക് വരും. ഓരോ പരിപാടിക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് പെരുവന്താനം, കൊക്കയാറ്, വണ്ടിപ്പെരിയാർ അവിടെയുള്ള വികസനവും അവിടെ കോടികൾ മുടക്കിയ കാര്യമാണ് പശുപ്പാറയിൽ വന്ന് പറയുന്നത്. ഇദ്ദേഹം വരുന്ന വഴി അത്ര മോശമായിട്ട് പോലും ഇവിടെ വന്ന് അത്രയും അദ്ദേഹം പറയുന്നത് ഞങ്ങളെ വെറും ഒരു മണ്ടന്മാരാക്കിയിട്ടാണ് നമ്മുടെ MLA ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പം നമ്മുടെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വാർഡ് മെമ്പർക്കോ ഒരു ബ്ലോക്ക് മെമ്പർക്കോ അങ്ങനെ ഉള്ള ഒരു ഫണ്ട് വിനിയോഗിച്ച് നമ്മുടെ റോഡ് ശരിയാക്കാൻ പറ്റില്ല. ഒന്നുകിൽ MP യോ അല്ലെങ്കിൽ MLA യോ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ച് മാത്രമേ നമ്മുടെ ഈ റോഡ് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്തൊരു പ്രതീക്ഷ MP ആണ്. MP ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പശുപ്പാറ ഒരു ഭാഗത്ത് 3 കോടി രൂപ അനുവദിച്ചു. ഇനി ഇതിന്റെ ഫണ്ടിന് വേണ്ടി, ഇതിന്റെ റോഡിന്റെ കാര്യത്തിന് വേണ്ടി MP ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം, ഇപ്പോൾ ഈ AS ഇനിയിപ്പോൾ ഉടനെ സാങ്ഷൻ ആയിട്ട് ഇനി ഉടനെ ഈ റോഡ് പണി ആരംഭിക്കുന്നുള്ള ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് MP ഉടനെ ഈ ഫണ്ട് അനുവദിച്ച് ഞങ്ങൾക്ക് ഗതാഗത സൗകര്യം എത്രയും വേഗം, അതേപോലെ ഈ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ മുബാറക്ക് എന്ന് പറയുന്ന ബസ് മാത്രമാണ് മനസ്സോടെ ഈ പശുപ്പാറയ്ക്ക് വരുന്നത്. ബാക്കിയുള്ള ബസ്സുകളൊക്കെ മുബാറക്ക് വരുന്നതുകൊണ്ട് മാത്രമാണ് കയറി വരുന്നത്. അവർ ഏത് സമയം നിർത്തും. ബസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വഴി കൂടെ വരുമ്പോൾ അവർക്ക് ഒട്ടും മുതലാകത്തില്ല. ബാക്കിയുള്ള ബസ്സുകാർ വന്നില്ല എങ്കിൽ 150 രൂപ മുടക്കി താഴെ ചെന്ന് നിന്നിട്ട് വേണം അടുത്ത സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട്. 13 കിലോമീറ്റർ ഏലപ്പാറ, 13 കിലോമീറ്റർ ഉപ്പാറ, അവിടെ ചെന്ന് മാത്രമേ ബാക്കിയുള്ള സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. അത്രയും മോശമായിട്ട് ഇങ്ങോട്ടുള്ള വഴിയും പശുപ്പാറ 7-ാം നമ്പർ ഭാഗത്തുള്ള വഴി മോശമായിട്ട് കിടക്കുന്നു. കാറ്റാടിക്കാലും അല്ല അങ്ങോട്ട് വഴി, അതായത് പശുപ്പാറ എന്ന് പറയുന്ന നടുക്കാണ്, രണ്ടറ്റത്തും വഴിയില്ല. ആ ഒരു സാഹചര്യം ഈ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതികളും എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, അവർ മാറി മാറി പോകുന്നുണ്ട്. വരുമ്പം അവരോരോ വാഗ്ദാനങ്ങൾ തരുന്നതല്ലാതെ അതൊന്നും പ്രാവർത്തികമാക്കുന്നൊന്നുമില്ല. ഇപ്പോൾ വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. അപ്പോൾ അങ്ങോട്ട് വന്ന ഏറ്റവും കൂടുതൽ ഗസ്റ്റുകളുടെ ഒരു 70% ആൾക്കാരും യാത്ര ചെയ്യുന്നത് നമ്മുടെ ഇതിലെ കൂടെയൊക്കെയാണ്, ഈ റോഡ് വഴിയാണ്. പക്ഷെ ഒരു മാറ്റവുമില്ല. വരുന്നവർ ഇപ്പം കൂടുതലും ഇവിടെ ഇപ്പം തന്നെ ഒരു 10-18 റിസോർട്ടോളം ഉണ്ട്. പക്ഷെ ആദ്യം ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ഇങ്ങോട്ട് വരത്തില്ല. ഒരു കാരണവശാലും അവർ വരത്തില്ല. അത് ഏറ്റവും കൂടുതൽ ഈ റോഡ് തന്നെ മോശപ്പെട്ട ഒരു അവസ്ഥയല്ല. എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എസ്റ്റേറ്റുകാർ അങ്ങനെ റോഡ് അവർ ഫുള്ള് അങ്ങനെ റോഡ് ഡെവലപ്പ് ചെയ്യത്തില്ല. അവർ എങ്ങനെയാണ് കിടക്കുന്നത്
ആ ഒരു ആവശ്യത്തിന് എസ്റ്റേറ്റ് റോഡ് കിടക്കുന്നത്. ഇവിടുത്തെ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈവേയിലോട്ട് കയറുന്നത് വാഗമണ് ലിങ്ക് റോഡ് എന്ന് പറഞ്ഞാൽ ഇതിലെയാണ് നമ്മുടെ ഏലപ്പാറ, കൊച്ചുകരിന്തിരി, അതുപോലെ പശുപ്പാറ, 7-ാം നമ്പർ കൂടിയാണ് വാഗമണ് കയറുന്നത്. ഇത് എന്നാ പറയുക, ഈ അവസ്ഥ ഒരിക്കലും മാറത്തില്ല. കാരണം ഞങ്ങൾ ഇതിൻ്റെ പുറകെ സമരമായിട്ട് ഒരുപാട് ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വോട്ടർമാരുണ്ട്. ഈ വോട്ടർമാർ ആരും വോട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇനി മുമ്പോട്ട് വരുന്ന ഇലക്ഷനുകളിൽ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഈ ജനങ്ങളില്ലെങ്കിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമല്ലല്ലോ ജനങ്ങളെ ഉണ്ടാക്കിയത്. ഒരിക്കലും ഈ രാഷ്ട്രീയം പിടിച്ചുകൊണ്ട് ഇനി ജനങ്ങൾ പുറകിന് പോകുന്നില്ല. രാഷ്ട്രീയക്കാർ വരട്ടെ, നമ്മുടെ പുറകിന് വരട്ടെ. നമ്മുടെ വോട്ട് കൊണ്ടാണ് ഇവരൊക്കെ കയറി ജയിക്കുന്നതും അവർ വലിയ വലിയ ആൾക്കാരായിട്ട് ഇരിക്കുന്നതും. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവരാരും ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളാരും വോട്ട് ചെയ്യുന്നില്ല. ലിങ്ക് റോഡിന് 80 ലക്ഷം രൂപ അനുവദിച്ചതാണ്. അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇവർ വരും, വന്നിട്ട് ഒരു അളവുണ്ട്. ഈ ഇടയ്ക്ക് വന്നൊരു അളവ് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വരിക, അളക്കുക, ചോദിക്കുമ്പോൾ പറയുന്നത് ഉടനെ പണി തുടങ്ങും. ഇതേപോലെ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇലക്ഷൻ വന്നില്ല. നമുക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. നമ്മളിവർ പറയുന്ന ഡേറ്റിൽ പോയി നമ്മൾ ഇലക്ഷൻ വന്നു, നമ്മൾ പോയി വോട്ട് കുത്തുന്നു, ഇവർ വലിയ ആൾക്കാരാവുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല. നമുക്ക് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അതേപോലെ ഞാൻ താമസിക്കുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് എസ്റ്റേറ്റ് ഒരു ബൗണ്ടറി ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ജനിച്ച അന്ന് പോലെ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. റോഡ് കണ്ടു കഴിഞ്ഞാൽ റോഡ് നമുക്ക് എഴുതി പൂരിപ്പിക്കാൻ പറ്റത്തില്ല. അമ്മാരി വഴിയാണത്. കാരണം റോഡിന് നടുക്കൂടെ ഒരു 3-4 കാനയും, കാരണം നമുക്ക് വണ്ടിയുണ്ട്. മാസത്തിൽ എന്തായാലും കുറഞ്ഞൊരു 15,000 രൂപ നമുക്ക് ചിലവുണ്ട്. വണ്ടിപ്പണിയുണ്ട്. നമ്മൾ ബൊലോറയും ബൈക്കാണെങ്കിൽ പോലും നമ്മളൊരു ബൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ ബൈക്കിന് സ്ഥിരം പണിയാവും. അമ്മാരി വഴിയാണ് ഇവിടെ. കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മളൊരു മെമ്പർ ഞാനിപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത്, നമുക്ക് ആകെ അറിയാവുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷന് ഒരു മെമ്പർ വരും, ഇവർ വോട്ട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ച കാര്യമാണ്. എന്നെപ്പോലെ തന്നെ എല്ലായിടത്തും പോയി പറയുന്ന കാര്യങ്ങളാണ്. റോഡ്, വെള്ളം, നിങ്ങൾക്ക് വൈദ്യുതി, ഇതെല്ലാം ഞങ്ങൾ ഓഫർ ചെയ്യുക. വോട്ട് ചെയ്യുന്ന ശേഷം ഇവരൊന്നും കാണുന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാണുന്നില്ല. ഒരു മെമ്പറിനെ കണ്ടിട്ട് ഇപ്പം മാസങ്ങളായി. അവർ വരുന്ന ആകെ ഒരു മരണം വന്നു കഴിഞ്ഞാൽ അവർ വന്ന് തല കാണിക്കുന്നതല്ലാതെ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചുറ്റുവട്ടത്തുള്ള റോഡുകൾ ഇവർ ചെയ്യുന്നുണ്ട്. കാരണം തെളിവ് സഹിതം നമ്മൾ കാണിച്ചു തരാം. ഇവരുടെ വീടിൻ്റെ പരിസരത്തുള്ള റോഡെല്ലാം നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇവിടെ എല്ലാം ഏറ്റവും സാധാരണക്കാരിലുള്ള ആൾക്കാരാണ് കിടക്കുന്നത്. കാരണം എല്ലാ കൂലിപ്പണിക്കാരാണ്. 500 ശമ്പളവും ചിലപ്പോൾ പണിയില്ലാത്ത അവസ്ഥയുണ്ട്. അതേപോലെ ഈ ബസ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വഴിയിൽ പകുതി വഴി കൊണ്ട് ഇറക്കി വിട്ട സാഹചര്യങ്ങളുണ്ട്. കാരണം റോഡ് മോശം. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരിത്ര 20-30 ലക്ഷം രൂപ വണ്ടി മേടിച്ചിട്ടുണ്ട്. അവർക്കൊരു മാസത്തിൽ ഇത്ര നഷ്ടം വന്നു കഴിയുമ്പോൾ അവർ കൊണ്ടുവരത്തില്ല. ഏലപ്പാറയിൽ നിന്ന് 10-40 രൂപ ടിക്കറ്റിലാണ് ഓരോ മനുഷ്യരിവിടെ വരുന്നത്. അവരെ പകുതി വഴി കൊണ്ട് ഇറക്കി വിടുക. ഇതാ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റമില്ല. ഇതൊന്നും മാറണം, അത്രേ ഉള്ളൂ. ഇനി ഇതുവരെ നമ്മൾ മിണ്ടായിരുന്നു, ഇനി അങ്ങനെ ആവത്തില്ല മുമ്പോട്ട്. ഇപ്പം നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. ആർക്കും നമ്മൾ വോട്ട് ചെയ്യത്തില്ല. പശുപ്പാറയിൽ ജനിച്ച് വളർന്ന മനുഷ്യനാണ്. 65 വയസ്സുണ്ട് എനിക്ക്. പശുപ്പാറ എസ്റ്റേറ്റിൽ AVT കമ്പനിയുടെ റോഡായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. AVT കമ്പനിയുടെ റോഡ് സർക്കാർ ഏറ്റെടുത്തിട്ട് ഇനിയിപ്പോൾ ഏതാണ്ട് 10-20 വർഷത്തോളം ആയിട്ടുണ്ട്. 15 വർഷം ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഈ റോഡ് നല്ല ഭംഗിയായിട്ട് വർഷാവർഷം മെയിൻ്റനൻസ് പണികൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഈ റോഡ് ഈ ദുരിതബാധിത എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ നടക്കാനോ എടുക്കാനോ വയ്യാത്തൊരവസ്ഥ, ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോകാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ വയ്യാത്തൊരവസ്ഥകൾ ഒത്തിരിയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നെത്തണമെങ്കിൽ ഈ കിലോമീറ്ററുകളോളം വേറെ വഴിക്ക് ഒന്നെങ്കിൽ ഉപ്പാറ ചുറ്റി കറങ്ങി ഉപ്പാറയ്ക്ക് പോകണമെങ്കിലും ഏലപ്പാറയ്ക്ക് പോകണമെങ്കിലും ഈ 4 കിലോമീറ്റർ റോഡ് വളരെ ദയനീയമായിട്ട് കിടക്കുന്നതാണ്. സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകാനോ അതുപോലെ തന്നെ അവർ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും വയ്യാത്തൊരവസ്ഥ ഈ നാട്ടിലുണ്ട്. ഈ നാടിന് തീരാ ശാപമായിട്ട് കിടക്കുകയാണ് ഈ റോഡ്. പശുപ്പാറ തൊട്ട് ലക്ഷബീട് ചീന്തലാർ റോഡ് വളരെ മോശം രീതിയിലാണ്. ഓരോ ദിവസവും അത് ഒരു വണ്ടിയോ ഒരു ജീപ്പോ ഒന്നും ഇതുവഴി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ ഈ റോഡ് തന്നെ കണ്ടാൽ മതി, ഇതൊന്ന് നോക്കിയാൽ മതി. അവിടെ ഒരു വളമുണ്ട്, ഒരു ടേണിംഗ് ഉണ്ട്. അവിടെ ഒരു സൈക്കിൾ പോലും തിരിയാൻ പറ്റാത്ത രീതിയിലാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. നമുക്ക് റോഡ് അത്രയ്ക്കും വളരെ മോശമായ ഒരു ഇതിലാണ്. ഒരു സ്കൂൾ കുട്ടികളോ വേറെ ഒരു വണ്ടികളോ ഒന്നും വരാത്തൊരവസ്ഥയാണ്. ഇവിടെ സർക്കാരിൻ്റെ അടുത്തും ജനപ്രതിനിധികളുടെ അടുത്തും ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. അവരൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല. ഞാൻ ജനിച്ചപ്പം തൊട്ട്, ഇത്ര വർഷമായിട്ട് ജനിച്ചപ്പം തൊട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. വാഗമണിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹര ഗ്രാമമാണ് പശുപ്പാറ. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള പ്രദേശം. പക്ഷേ ഈ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ
ഗതാഗത യോഗ്യമായ റോഡ് വേണം. ഇനി വാഗ്ദാനങ്ങളല്ല, റോഡ് നിർമ്മാണം നടക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.